നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്ട, ഇപ്പം നമ്മളാരും വെറുതെ ഇരിക്കാറില്ല. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ എത്ര പേർക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് സ്വസ്ഥ വിട്ട് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഫോണൊന്നും നോക്കാണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചുറ്റുമുള്ള ഇപ്പം കിളികളുടെ സൗണ്ട്, ചുറ്റുമുള്ള പ്രകൃതി അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സമാധാനത്തോടെ വെറുതെ ഇരിക്കാൻ എത്ര പേർക്ക് പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നല്ല തിരക്കുള്ള ജോലികളൊക്കെ ഉള്ളവരാണെങ്കിലും അവർക്ക് കുറച്ച് സമയം വെറുതെ കിട്ടിയാൽ തന്നെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കൈ ഫോണിലേക്ക് പോകും. ഫോണിലേക്ക് പോയിട്ട് നമ്മളിങ്ങനെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് കുറച്ച് സമയം ഇങ്ങനെ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ ഞെട്ടിപ്പോണം. നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിക്കണം, ഇത്ര സമയമായാന്ന്. കാരണം സമയം പോണത് പോലും നമ്മൾ അറിഞ്ഞില്ല. അത്രയും നേരം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങോട്ട് മുഴുകി ഇങ്ങനെ പോയായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആരിപ്പോൾ വെറുതെ ഇരിക്കാൻ എത്ര പേർക്ക് പറ്റുമെന്ന് ചോദിച്ചതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം, എത്ര പേർക്ക് ഫോണിൽ നോക്കാതെ സ്വസ്ഥമായിട്ട് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാണ്ട് ചുറ്റുപാടുമായിട്ട് കണക്ട് ചെയ്ത്, അതായത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് ശരിക്കുള്ള ലോകത്തോട് കണക്റ്റായിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും, മനസ്സിനെ ഫോക്കസ് ചെയ്ത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ ഉദ്ദേശം. നമ്മൾ മിക്ക ആളുകളും ഇപ്പം ഡിജിറ്റൽ വേൾഡിലേക്ക് വളരെയധികം മുങ്ങിത്താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 10-നാണ് ഓസ്ട്രേലിയയിൽ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയത്. അതുപോലെ ഇപ്പോൾ ചൈനയിലും കുട്ടികൾക്ക് ഫോണിൽ മൈനർ മോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മളുടെ മിക്ക ആളുകളിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റക്കായി കഴിഞ്ഞു. ഡിജിറ്റൽ അടിമത്തം ഉണ്ടാക്കുന്ന ആശങ്കയിലാണ് ഈ ലോകം. എന്നാൽ ഡിജിറ്റൽ ഡീറ്റോക്സിലൂടെയും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയും നമുക്ക് തന്നെ ഇതിനെ എളുപ്പത്തിൽ പ്രതിരോധിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരിക്കൽ കൂടി വീണ്ടും പഴയ പോലെ നാട്ടിലേക്കും സമൂഹത്തിലേക്കും റിയാലിറ്റിയിലേക്കും ശരിക്കുള്ള വേൾഡിലേക്ക് വീണ്ടും തിരിച്ചു നടക്കാം. ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ അറ്റൻഷൻ സ്പാനൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് എത്ര പേർക്ക് ശ്രദ്ധയോടെ കുറച്ച് പേജ് ബുക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റും? എന്നാൽ നമ്മൾ ഒരു റീൽസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ എത്രയോ തരം കണ്ടൻസ്, എത്രയോ, അതായത് ഇപ്പോൾ വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ആ ഫോണിലൂടെ ഉള്ള അതിൻ്റെ വിഷ്വൽ സൗണ്ട്, അങ്ങനെ എത്രയോ 100 കണക്കിന് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റുകളാണ് ഇങ്ങനെ നമ്മൾ അതിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള പരിണാമത്തിലൂടെ പതുക്കെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇത്രയും സ്റ്റിമുലസ് എടുക്കാൻ മാത്രം അതിന് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വർദ്ധിച്ചു വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രമാത്രം കണ്ടന്റുകൾ, ഇപ്പോൾ വാർത്തകളുടെ കാര്യം എടുത്താലും പണ്ട് വാർത്തക്കൊക്കെ ഒരു നിശ്ചിത സമയം ഉണ്ടായിരുന്നു. ഇപ്പം രാവിലെ വാർത്ത അല്ലെങ്കിൽ വൈകുന്നേരം, രാത്രി, ഇങ്ങനെ കുറച്ച് ഇടവിട്ടൊക്കെയാണ് നമ്മൾ തന്നെ വാർത്തകൾ കാണുക. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ കണ്ടന്റുകൾ, വാർത്തകൾ ഓരോ മിനിറ്റിലും ഇപ്പം ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ തന്നെ പുതിയ എന്തെങ്കിലും വാർത്ത ഉണ്ടാവും. അപ്പോൾ വാർത്തകൾക്കും കണ്ടന്റുകൾക്കൊന്നും ഒരു ക്ഷാമമില്ലാണ്ട് ഇതിങ്ങനെ ഇടതടവില്ലാണ്ട് വന്നേണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിനെ വളരെയധികം ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തോന്നാറുണ്ട് അല്ലേ? കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധവും നമ്മളാകെ ഇങ്ങനെ അളിഞ്ഞെന്നുള്ളൊരു ഫീല് നമുക്ക് തന്നെ തോന്നാറുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്കും ഈ ഫോൺ അഡിക്ഷൻ വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ ഇത് വലിയ രീതിയിൽ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പുതിയൊരു വർഷത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫോൺ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കണതിന് പ്രത്യേക സ്ഥലം വെക്കുക. അതേപോലെ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുത്താൽ മതി. ബ്രേക്ക് എടുക്കൂ, പുറത്തിറങ്ങൂ, വ്യായാമം ശീലമാക്കൂ, കൂട്ടുകാരെയൊക്കെ നേരിക്കണ്ട് സംസാരിക്കൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ ബ്രേക്ക് കൂട്ടാൻ തോന്നും. നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും ആ പഴയ ഒരു ഫ്രഷ്നെസ് ഒക്കെ വരുന്നത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. അതായത് ഇന്ത്യയിൽ തന്നെ പല ഗ്രാമങ്ങളിലൊക്കെ ഈ ഓഫ്ലൈൻ സമയം അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറക്കുക, സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞു. കർണാടകയിലെ ഹലഗ ഗ്രാമത്തിൽ രാത്രി ഒരു 8 മണിക്ക് ആകുമ്പോഴത്തേക്കും ഒരു സൈറൻ മുഴങ്ങും. ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും ഫോണൊക്കെ മാറ്റി വെച്ച്, അതായത് മുതിർന്നവരുൾപ്പെടെ, കുട്ടികൾ മുതിർന്നവരൊക്കെ ഉൾപ്പെടെ ഫോണൊക്കെ മാറ്റി വെച്ച് എല്ലാവരും പുസ്തകങ്ങളിലേക്കും വായനയിലേക്കൊക്കെ തിരിയും. തുടർന്ന് ഡിജിറ്റൽ മുക്തി. കൂടാതെ ഈ ഫോമോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയായിരിക്കും. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടുകൂടി പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ്, ഇൻസ്റ്റയിൽ സ്റ്റോറി, ഇപ്പോൾ നമ്മളെ കൂട്ടാണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഒരു സിനിമക്ക് പോയി അതിൻ്റെ സ്റ്റോറി ഇടുമ്പോഴേക്കും അയ്യോ അവൻ എന്നെ വിളിച്ചില്ല എന്ന് തോന്നണതും, അല്ലെങ്കിൽ പല ആളുകൾ അവരുടെ ലൈഫ് ഇങ്ങനെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നു. നമ്മൾക്കിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് തോന്നുന്നു. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ, മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ നമ്മൾ അൺഫോളോ ചെയ്താലും അതൊക്കെ ബേസിക്കലി വളരെ ഡൗണേഴ്സാണ് നമുക്ക് നൽകുന്നത്. അതായത് ഇപ്പോൾ പണ്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ ആളുകൾ അവർക്ക് നമ്മളോട് നീരസം ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോകും, വഴക്കൊക്കെ ഉണ്ടായാലും നമ്മൾ പിന്നെ അത് ശ്രദ്ധിക്കണില്ല. പക്ഷേ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ നമ്മൾ ആരും അൺഫോളോ ചെയ്ത് എന്തായിരിക്കും കാരണം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇതൊക്കെ നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്.
ബേസിക്കലി ഇതൊക്കെ ഇപ്പോൾ ഡൗണേഴ്സ് ആണ്. അപ്പോൾ ഈ ഫോമോക്ക് പകരം പറയുന്ന ഒരു വാക്കാണ് ജോമോ, അതായത് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഫോമോ എന്ന് പുറത്ത് കടന്ന് ജോമോ, അതായത് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് നമ്മൾ ശീലമാക്കാൻ തുടങ്ങിയാൽ ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് കുറേ കൂടി അറിവുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. എല്ലാവരും ആളുകൾക്ക് ഗുണപരമായിട്ടുള്ളൊരു കാര്യമാവട്ടെ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.